കൊല്ലം പഴയാറ്റിൻകുഴിയിൽ ബജാജ് സർവീസ് സെന്ററിൽ തീപിടിച്ചു. കടപ്പാക്കട ഫയർഫോഴ്സിലെ 2 യൂണിറ്റ് എത്തി തീ കെടുത്തുകയാണ്. തീപിടുത്ത കാരണം വ്യക്തമല്ല. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, നിലവിലെ സാഹചര്യം? രോഹിണി, തീ നിയന്ത്രണ വിധേയമാണ്. ഈ സാരഥി മോട്ടോഴ്സിന്റെ ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളുടെ സർവീസ് സെന്ററിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 50ഓളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഈ വാഹനങ്ങളിൽ നിന്നും ഇപ്പോഴും തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടേക്ക് എത്തി ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ അവധി ദിവസമായതുകൊണ്ട് തന്നെ ജീവനക്കാർ ആരും ഷോറൂമിൽ ഉണ്ടായിരുന്നില്ല. ഈ സർവീസ് സെന്ററിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്നത് വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടേക്ക് എത്തി ഏറെ നേരത്തെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചിട്ടുള്ളത്. രോഹിണി, ശരി, എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.